PRD പുതിയ ഡിക്ഷണറി ഇറക്കിയിട്ടുണ്ട്. മനോഹരമാണ് ഡിക്ഷണറി. ഡിക്ഷണറിയിൽ ഓരോ വാക്കുകളും ചേർത്തിട്ടുണ്ട്. അതിൻ്റെ വിശദീകരണമുണ്ട്. ഇത് കമ്പൈൽ ചെയ്തിരിക്കുന്നത് പിണറായി വിജയനാണ്. ഇത് എഴുതിയിരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിരിക്കുന്നത് AK ബാലൻ, MM മണി, പിന്നെ കുറച്ച് സൈബർ സഹാക്കളും കൂടിയാണ് ഇത് ചെയ്തത്. അവരുടെ ഒരുപാട് പേരുള്ളതുകൊണ്ട് അവരുടെ പേര് വെക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. മനോഹരമാണ് ഈ ഡിക്ഷണറി. കൊഞ്ഞാണൻ എന്നാണ് ഡിക്ഷണറിയുടെ പേര്. അത് തന്നെ ഒരു രസമുണ്ട്. ശബ്ദ താരാവലി, വേറിട്ടൊരു ശബ്ദ താരാവലി. കൊഞ്ഞാണൻ, വേറിട്ടൊരു ശബ്ദ താരാവലി. അതിൽ പറയുന്ന വാക്കുകളൊക്കെ വളരെ എല്ലാം എന്താണെന്ന് വിശദീകരിച്ച് പറയുന്നുണ്ട്. നമുക്ക് അത്രയും സമയം കിട്ടത്തില്ല, എങ്കിലും പറ്റുന്നത് നമുക്ക് വിശദീകരിക്കാം. ഒന്ന് കൊലംകുത്തി, പരനാറി, ചെറ്റ, പരഞ്ചെറ്റ, പരമചെറ്റ, 2-3 വാക്ക്. എത്ര വാക്ക് കിട്ടുന്നു നോക്കൂ. കോമാളി, പരമചെറ്റത്തരം, ചെറ്റത്തരം. ഇപ്പം ചെറ്റയിൽ തന്നെ പല പല ചെറ്റകളായി. അല്പൻ, അല്പത്തരം, അട്ടം പരതി, നികൃഷ്ടജീവി. കൊഞ്ഞാണൻ ഞാൻ പറഞ്ഞു, ടൈറ്റിലുമുണ്ട് അകത്തുമുണ്ട്. തെമ്മാടി, അറമ്പറ്റി, മാങ്ങാത്തൊലിയൻ, എമ്പോക്കി, കൂട്ടിക്കൊടുപ്പ്, ഇരന്നു തീറ്റ, പിച്ചക്കാരൻ, പിച്ചക്കാരി. അത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പിന്നെ ഇതിൽ ഡിക്ഷണറി ആയതുകൊണ്ട് അതുകൂടെ കയറ്റിയതാണ് അവർ. ഭൂലോക വിധവ, തേവിടിശി, ഇരപിടിയൻ, പിടിച്ചു കൊടുപ്പുകാരൻ, കൊടുപ്പുകാരി, കഴിവേറി, തുരപ്പൻ, മുക്കാലി, ഓച്ചാൻ, ഓച്ചാൻ തുരുത്തൻ. ഇങ്ങനെ തുടങ്ങി 100-ലധികം പദങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ പദങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഈ പദങ്ങളെല്ലാം ചാരുതയുള്ള പദങ്ങളാണ്. കാരണം ഇതിൻ്റെ ചാരുത പരിശോധിച്ചിരിക്കുന്നത് AK ബാലനാണ്. ഭാഷാ പണ്ഡിതനായിട്ടുള്ള, പാലക്കാട് നിന്നുള്ള ബഹുഭാഷാ പണ്ഡിതനായിട്ടുള്ള AK ബാലൻ അവർകളാണ് ഇതിൻ്റെ ചാരുത പരിശോധിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചാരുതയുടെ എണ്ണം കൂടും. ഇപ്പം വരുന്ന ദിവസങ്ങളിൽ ചാരുതയുടെ എണ്ണം കൂടും. എണ്ണം കൂടാൻ കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തോറ്റു പോകുമോ എന്നൊരു തോന്നൽ പല രൂപത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ പുറത്തു വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ചാരുതയുടെ എണ്ണം കൂടാൻ വലിയ സാധ്യതയാണുള്ളത്. എന്തായാലും മനോഹരമായിട്ടുള്ള ഏതൊരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകനെയും, ഏതൊരു സാംസ്കാരിക നായകനെയും, ഏതൊരു സിനിമാ നടനെയും, ഏതൊരു കലാകാരനെയും ആർക്കും ആരെയും വിളിക്കാൻ പറ്റുന്ന നൂജനായിട്ടുള്ള 10-100 വാക്കുകൾ ചേരുന്ന മനോഹരമായ ഡിക്ഷണറിയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത് വെബ്സൈറ്റിൽ കിട്ടും, PDF ഫോമിൽ. ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിൽ എല്ലാവരുടെയും വാട്സപ്പിൽ PDF ഫോമിൽ ഇതിൻ്റെ ഫോർമാറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് മനോഹരമായിട്ട് പഠിക്കാം. ഈ വാക്കുകൾ ഓർത്ത് വയ്ക്കണം. കാരണം ഇത് മനോഹരമായ വാക്കുകളാണ്, അല്ലാതെ ഇത് മോശപ്പെട്ട സർക്കാർ അംഗീകൃത വാക്കുകളാണ്. മുഖ്യമന്ത്രി പറയുന്ന വാക്കുകളാണ്, പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ പറയുന്ന വാക്കുകളാണ്, മുൻമന്ത്രി, ധനകാര്യമന്ത്രി പറയുന്ന വാക്കുകളാണ്. കോമാളി ഒക്കെ വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ്. അതുകൊണ്ട് ഇനി നമ്മൾ രക്ഷപ്പെട്ടു. മലയാളിക്ക് മറ്റത് നമ്മൾ ധരിച്ചിരുന്നത് ആരെങ്കിലും തെറി പറയുമ്പോൾ ചെറ്റേ, പോടാ, തള്ളയ്ക്കും തന്തയ്ക്കും ഒക്കെ വിളിക്കുമ്പോൾ അത് മോശമായിട്ട് വരും. പിന്നെ കേസൊക്കെ കൊടുത്തു. ഇതൊരു കുഴപ്പമില്ല. വളരെ മനോഹരമായി വനിതകളെയും പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും ആരെ വേണോ പ്രായഭേദമന്യേ, ജാതിമത വർഗ ഭേദമന്യേ നമുക്ക് വിളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു 100-ലധികം വാക്കുകൾ അടങ്ങുന്ന മനോഹരമായ ഒരു ഡിക്ഷണറി. നല്ല കവർ ചിത്രമാണ്. അത് നല്ല രസമുണ്ട്. അത് കാണാൻ നല്ല രസമുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ PDF കോപ്പി കിട്ടിയില്ല, അത് കിട്ടും. അപ്പോൾ അത് കിട്ടിയാൽ എല്ലാവർക്കും അയച്ചു തരാം. എന്തായാലും മനോഹരമായൊരു ഡിക്ഷണറി സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. ഇതാണ് ഇതിനകത്ത് ഈ മൊത്തം നല്ല നല്ല പദങ്ങളാണ്, പദാവലികളാണ്. ഒരു 10-100 പദങ്ങളും അതിൻ്റെ അർത്ഥവും ഇട്ടിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ നോക്കിയാലും അത് മനോഹരമായ പദങ്ങളാണ്. ആർക്കും ആരെയും ഏത് പ്രായം നോക്കാതെ, അച്ഛനമ്മയ്ക്ക് മക്കൾക്ക്, അച്ഛനും അമ്മയും മക്കൾക്ക്, അല്ല അച്ഛനും അമ്മയ്ക്ക് മക്കളെ, ആർക്ക് വേണോ ആരെ വേണോ വിളിക്കാൻ കഴിയുന്ന വളരെ മനോഹരമായ ഒരു ഡിക്ഷണറിയാണത്. അത് എല്ലാവരും പരമാവധി വായിക്കണം. പുതിയ കുട്ടികൾ അത് കൊടുക്കണം. സിലബസിൽ ഉൾപ്പെടുത്താനുള്ള ശുപാർശയുണ്ട്. പക്ഷേ അത് ഇപ്രാവശ്യം ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. ഇപ്പോൾ ഇലക്ഷൻ്റെ ഇടയ്ക്ക് സിലബസിൽ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അടുത്ത വർഷം ചിലപ്പോൾ ഒരു പേപ്പറായി തന്നെ ഇത് കുട്ടികളെ 8ാം ക്ലാസ് മുതൽ മതി. 4ാം ക്ലാസ് മുതൽ വേണോ എന്നുള്ളത് ഗവൺമെൻറ് തീരുമാനിക്കേണ്ടി വരും. എന്തായാലും മനോഹരമായ ഒരു ഡിക്ഷണറി വരുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും അത്
പഠിക്കണം, പ്രചരിപ്പിക്കണം. ഞാനീ പറഞ്ഞ പോലെ കുലംകുത്ത് മുതൽ, പരനാറി മുതൽ, ചെറ്റ മുതൽ, വർഗവഞ്ചകൻ മുതൽ, വിഴുപ്പലയ്ക്ക് മുതൽ, ഇങ്ങനെ ഉണ്ട്. 100 കണക്കിന് വാക്കുകളാണുള്ളത്. അതിൻ്റെ അർത്ഥവുമുണ്ട്. പക്ഷേ അർത്ഥത്തിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത അത് ചാരുതയാർന്ന വാക്കുകളാക്കിയിട്ടുള്ള അർത്ഥമാണ്. അങ്ങനെയുണ്ടല്ലോ. അപ്പം പിന്നെ തെറി വിളിച്ചാലും, ഇപ്പം മലയാളത്തിലുള്ളൊരു തെറി തമിഴിൽ പോയി കഴിഞ്ഞാൽ മുടിയാണ്. മുടി എന്നാണ് തമിഴിൽ മുടി എന്ന് പറയുന്നതിനും അതിനകത്ത് മൈരെ എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മളെ തെക്കൻ തിരുവിതാംകൂർ ഭാഗത്ത് കപ്പ എന്ന് പറയും, വടക്കോട്ട് പോയി കഴിഞ്ഞാൽ പൂള എന്ന് പറയും. പക്ഷേ തെക്ക് വന്ന് പൂള എന്ന് പറഞ്ഞാൽ അത് വേറെ അർത്ഥം വരും. സ്ത്രീകൾ എല്ലാം കൂടെ നമ്മളെ കൊല്ലും, വേറെ അർത്ഥം വരും. അപ്പോൾ അർത്ഥമൊക്കെ മാറിപ്പോകും. ഓരോ സ്ഥലത്ത് പോയി ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വളരെ അർത്ഥം മാറും. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഇത് ഉപയോഗിക്കാൻ. കേരളത്തിൽ ഡിക്ഷണറിയിലുണ്ട് എന്ന് വിചാരിച്ചിട്ട് എടുത്ത് എല്ലായിടത്തും ഉപയോഗിച്ചുള്ളായിരുന്നു. ചില സ്ഥലങ്ങളിൽ പ്രാദേശികമായി ചില പ്രത്യേകതകളൊക്കെ വരും. അതനുസരിച്ച് നമുക്ക് ഈ ഡിക്ഷണറി ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ ഇതിൽ ഉപയോഗിക്കേണ്ട വിധത്തെക്കുറിച്ചും ഇതിനകത്ത് റെസിപ്പി പോലെ എഴുതിയിട്ടുണ്ട്. നിങ്ങളത് വായിക്കുക. ആ കുറിപ്പ് വായിക്കാതെ ആരെങ്കിലും ഉപയോഗിക്കരുത്, പിന്നെ തല്ല് കിട്ടിയെന്ന് പറയരുത്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിക്ഷണറി കേരളത്തിൽ സംഭാവന നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു സംഭാവന. ധാരാളം കിഫ്ബി വികസനമൊക്കെ നടത്തിയെങ്കിലും അത് ചെയ്തു. റോഡ് വികസനവും പാലം വികസനവും സ്കൂൾ വികസനവും ഒക്കെ ചെയ്തു. പക്ഷേ അതിലൊക്കെ ഉപരി മനോഹരമായ ഒരു സമൂഹത്തിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ഒരു ഡോക്യുമെൻ്റാണിത്. ചരിത്രത്തിൽ പോകുന്ന ജർമ്മൻ കുണ്ടർട്ട് വന്ന് ഡിക്ഷണറി ഉണ്ടാക്കിയപ്പോൾ നമ്മളിപ്പോഴും അത് ചരിത്രരേഖയായിട്ടല്ലേ പഠിക്കുന്നത്. അതുപോലെ 2026 കേരളത്തിൽ കിട്ടിയ ഒരു ചരിത്രരേഖയായിട്ട്, ഒരു രജതരേഖയായിട്ട്, ഒരുപക്ഷെ ചിലപ്പോൾ ഓക്സ്ഫോർഡിൻ്റെ അവാർഡൊക്കെ കിട്ടിയേക്കാം. ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ ഇതിൻ്റെ ചില സൂചനകൾ, ഇതിൻ്റെ ചില പുസ്തകങ്ങൾ, ഈ വാക്കുകൾ ചിലപ്പോൾ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ ചേർത്തേക്കാം. കാരണം നമ്മൾ നേരത്തെയുള്ള പല വാക്കുകളും ഇതുപോലെ അടിപൊളി എന്ന് പോലുള്ള വാക്കുകൾ, പല പല വാക്കുകളും, പിന്നെ തേച്ചു, ഒട്ടിച്ചു എന്നൊക്കെ പറയുന്ന പല വാക്കുകളും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വാക്കും ഇത്തരത്തിലുള്ള വാക്കുകളും ചിലപ്പോൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എന്തായാലും പൊളിച്ചു. സാക്ഷര കേരളം ചാരുത കേരളമായി മാറുന്ന പുതിയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.